ഹായ് ഓൾ, ഹാപ്പി ഈവനിങ് ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ ഹാപ്പി സ്കൂൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം നിലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നിങ്ങൾ കുറച്ച് പേരോട് ഭയങ്കര നന്ദി പറയാനുണ്ട്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്മിൽ കണ്ട സമയത്ത് നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? സെൽഫിനെ പറ്റിയായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടല്ലോ എന്താണ് സെൽഫ് എന്നുള്ളതും അതിനെ പറ്റിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ സെഷനിൽ ഞാനൊരു ചെറിയ കുഞ്ഞു ആക്ടിവിറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർപ്രൈസിംഗ്ലി നമ്മുടെ ടെലഗ്രാം ചാനലിലോ നമ്മുടെ വാട്സപ്പിലൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞുമക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ അവർ വരച്ചതും അവർ ചിത്രം വെച്ചതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ ഫീൽ ലൈക്ക് ഓവർ ദ മൂൺ. ഞാൻ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, സന്തോഷിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ത് ചെയ്തു, ഇവരെല്ലാവരും ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭംഗിയിലോ അതെങ്ങനെ ചെയ്തു എന്നുള്ളതിലോ ഒന്നുമല്ല അതിൻ്റെ ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് വന്നിട്ടുള്ളത്. ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദം. ഈ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് അതേപോലെ തന്നെ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെൽഫിനെ പറ്റിയായിരുന്നു അല്ലേ? ഈ സെൽഫിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് എന്ത് ചെയ്യാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ നിലയിലേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വരാറുണ്ട്. കുഞ്ഞുങ്ങൾ വരുന്ന സമയത്ത് അവർ പറയാറുള്ള പല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെയാണോ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, അവരെന്താ എങ്ങനെ പറയുന്നേ, ഇങ്ങനെയെല്ലാം കുറേ കംപ്ലയിൻസ് ആയിട്ട് ഒരുപാട് എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ അടുത്തും അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയും, അയ്യോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ള രീതിയിലും ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള പോലെ തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പരിഹാരം എന്നുള്ള നിലക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് കുറച്ച് അഫർമേഷൻസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ, അല്ലാതെ ഒരിക്കലും ഞാൻ പറയില്ല എന്ത് നിങ്ങളിത് തന്നെ ചെയ്യണം എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാവുമെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. എല്ലാവരും അവരുടെ കണ്ണുകളടച്ച് തങ്ങളുടെ വലത് കൈ ഇവിടെ നിന്ന് വെച്ച് ശ്രദ്ധിച്ച് കേട്ടു നോക്കിയേ. എന്താ നിങ്ങൾ കേൾക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളമാണ്. ആ ജീവിതത്തിൻ്റെ താളം എന്ന് പറഞ്ഞത് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു താളം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിച്ചു പോകുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതുമാരെ തന്നെയാണ്, നമ്മളെ തന്നെയാണ്. ഈ നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് കുറച്ച് സെൽഫ് അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സെൽഫ് അഫർമേഷൻ ഞാൻ വായിച്ചു തരാം കേട്ടോ. ഐ ആം മോർ ദാൻ ദ വേർഡ്സ് ദേ സ്പീക്ക്. ഐ ഹോൾഡ് കൈൻഡ്നെസ് ഇൻ മൈ ഹാർട്ട് ആൻഡ് ദാറ്റ്സ് മൈ ട്രൂ സ്ട്രെങ്ത്. എന്താ ഞാൻ പറഞ്ഞത്? ഐ ആം മോർ ദാൻ ദ വേർഡ്സ് ദേ സ്പീക്ക്. അവർ പറയുന്നതിനപ്പുറമാണ് ഞാൻ. അവരെന്നെ പറ്റി എന്തും പറഞ്ഞോട്ടെ, പക്ഷേ എന്നെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണകൾ എന്തുണ്ട്, എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഐ ഹോൾഡ് കൈൻഡ്നെസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെക്കുന്നത് എപ്പോഴും എന്താണ്, കൈൻഡ്നെസ്സാണ്. ആ കൈൻഡ്നെസ്സിനെ നശിപ്പിക്കാൻ ആർക്കും എന്ത് ചെയ്യില്ല, പറ്റില്ല. നമ്മളോട് ഓരോരുത്തരായിട്ട് നമ്മൾ പല സാഹചര്യങ്ങളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ചിലർ നമ്മളെ പറ്റി എന്ത് പറയാറുണ്ട്, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിലും നമ്മളെ എന്തുണ്ടായിരിക്കാം, അയ്യോ നിന്നെ കാണാൻ ഇങ്ങനെയാ, നിൻ്റെ ഹൈറ്റ് ഇങ്ങനെയാ, നിൻ്റെ കാലിങ്ങനെയാ, നിൻ്റെ നിറം ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവാം, നമ്മളെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ കാര്യങ്ങളെല്ലാം എന്താണ് ചെയ്യേണ്ടത്, ഇതിനൊക്കെ അപ്പുറമാണ് ഞാൻ. ഇവർ ഈ പറയുന്ന എന്തുണ്ടായിരിക്കാം, നമുക്ക് പോരായ്മകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഈ പോരായ്മകൾക്കൊക്കെ അപ്പുറമാണ് ഞാൻ എന്നുള്ള വ്യക്തി. എൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. ആ വളർത്തുന്ന ഇവർ പറയുന്ന ഓരോ വാക്കുകളും ഇതിനൊരു ഉത്തേജകം എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നിടത്തോളം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കത് ചെയ്യാൻ പറ്റൂ. ആൻഡ് ദാറ്റ് ഈസ് മൈ ട്രൂ സ്ട്രെങ്ത്. അതായിരിക്കണം, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അതായത് നമ്മളെ പറ്റി പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, പറയുന്നുണ്ടായിരിക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കറിയാവുന്ന ഞാനെന്നുള്ള വ്യക്തിയുണ്ട്. ഞാനെന്ന വ്യക്തി എത്രത്തോളം സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ വളർത്തിക്കൊണ്ട് വരികയാണ്. ആ സ്നേഹം മാത്രമായിരിക്കും എൻ്റെ ട്രൂ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ,
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ എന്ത് ചെയ്യാം, കണ്ണാടിയിൽ നോക്കിയിരുന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ടാമത്തെ അഫർമേഷൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. എന്ത് ഞാൻ പറയുന്ന ഓരോ അഫർമേഷൻസും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയും. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യാം. രണ്ടാമത്തത് ഞാൻ വായിച്ചു തരാം. ഐ വിൽ ബ്രീത്ത് ഇൻ കാം, മൈ എഫേർട്ട് വിൽ കണ്ടിന്യൂ ആൻഡ് ഐ വിൽ ഗ്രോ വിത്ത് എവറി സ്റ്റെപ്പ് ഐ ടേക്ക്. നമ്മളെപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയിലൊക്കെ തോറ്റു പോകാറുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, മാർക്ക് കുറഞ്ഞു പോകാറുണ്ട്. നാളെ അസൈൻമെൻറ്റ് വെക്കണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി പോകുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ എന്നെക്കാട്ടിലും കൂടുതൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവനെക്കാട്ടിലും താഴെയാണല്ലോ എന്നുള്ള രീതിക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ഇപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ വിൽ ബ്രീത്ത് ഇൻ എവറി കാം. ഞാൻ എന്ത് ചെയ്യും, ഏതൊരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര കാമായിട്ട് ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ എഫേർട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതോ, എനിക്ക് മാർക്ക് ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം, പരീക്ഷയിൽ ഞാൻ തോറ്റു പോയേക്കാം, പക്ഷേ എൻ്റെ എഫേർട്ട്, ഞാൻ എടുക്കുന്ന എഫേർട്ട്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യില്ല, ഞാൻ പിന്നോട്ട് പോയില്ല. ഒരു പരീക്ഷക്കോ 2 പരീക്ഷക്കോ ഒരു 4 മാർക്കോ 3 മാർക്കോ കുറഞ്ഞെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യില്ല, പിന്നോട്ട് പോകുന്നൊരു വ്യക്തി ആയിരിക്കില്ല ഞാൻ. പകരം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എഫേർട്ട് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പടിപടിയായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കും, മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ആരെന്ത് പറഞ്ഞോട്ടെ, എൻ്റെ മാർക്സ് ആയിരിക്കില്ല എന്നെ നിശ്ചയിക്കേണ്ടത്, പക്ഷേ പകരം ഞാൻ കൊടുക്കുന്ന എഫേർട്ടായിരിക്കും നാളെ ഞാൻ എന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നത്, ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പറയുന്ന രണ്ടാമത്തെ സെൽഫ് അഫർമേഷൻ. ഇനി മൂന്നാമത്തേതിലേക്ക് നോക്കാം. നമുക്ക് മൂന്നാമത്തത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, വായിക്കാം. മിസ്റ്റേക്സ് ആർ മൈ ടീച്ചേഴ്സ്, വിത്ത് എവറി ഫോൾ ഐ വിൽ റൈസ് വോയ്സർ ആൻഡ് സ്ട്രോങ്ങർ. തെറ്റ് പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? ഇല്ല. നമുക്ക് എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാവാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ആവാം, എന്ത് ചെയ്തിട്ടുണ്ടാവാം, തെറ്റുകളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പോയിട്ടുണ്ടാവാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായേക്കാം, എക്സാംസ് നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കാം. പക്ഷേ എത്തുന്ന സമയത്ത് എന്തായിരിക്കും, വീണ്ടും നമ്മൾ കാണും, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, ഓക്കെ ഇന്ന തെറ്റുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ മിസ്റ്റേക്സ് വീണ്ടും ഇവിടെ കാണുന്നുണ്ടല്ലോ എന്ന് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ തോന്നാം. അപ്പോൾ നമുക്കങ്ങനെ തോന്നും, അയ്യോ ഞാൻ എപ്പോഴും എന്താണ് എൻ്റെ അടുത്ത് മിസ്റ്റേക്സ്, അല്ലെങ്കിൽ ഞാൻ എത്ര ശരിയാക്കിയൊരു ആൻസർ ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ടീച്ചർ പറയും, ഓ ഇതിങ്ങനെ ആയിരുന്നില്ല, ഇതിങ്ങനെയായിരുന്നു എഴുതേണ്ടത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയണം നിനക്ക് അവിടെ അതും കൂടെ ചേർക്കായിരുന്നു കേട്ടോ എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മളങ്ങനെ പറയും. പറയുന്ന ഓരോ സമയത്തും ചിലപ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഞാൻ ഭയങ്കര മോശമാണോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വെറും തെറ്റുകൾ മാത്രമാണല്ലോ ഞാൻ ചെയ്യുന്നതിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ തെറ്റുകളാണ് നമ്മുടെ ടീച്ചേഴ്സ്. ഈ തെറ്റുകളുടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വളരുള്ളൂ. ശരികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും ഒരാൾ നമ്മുടെ തെറ്റുകളൊന്നും പറഞ്ഞു തരാതെ, ഓ ഇതെല്ലാം ശരിയാണ് കേട്ടോ, ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു തന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല. പകരം നമ്മുടെ തെറ്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത്, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവൈസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ഈ മിസ്റ്റേക്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ ടീച്ചേഴ്സായിട്ട് വരുന്നത്. ഇത് നമ്മുടെ സ്ട്രെങ്ത് ആവും. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ആരായിരിക്കും, ഈ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പഠിപ്പിച്ച, നമ്മൾ ചെയ്ത് ശീലിച്ച ഈ തെറ്റുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, നാളെ നമ്മളെ വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത്. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഇതാക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു മുന്നോട്ടൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, നമുക്ക് എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, മിസ്റ്റേക്സ് ആർ അവർ ടീച്ചർ ആൻഡ് വിത്ത് എവറി ഫെയിലിംഗ്, നമ്മൾ എവിടെയൊക്കെ തോറ്റു പോയിട്ടുണ്ടോ, വി വിൽ റൈസ് വൈസ് ആൻഡ് സ്ട്രോങ്ങർ. നമ്മൾ എന്ത് ചെയ്യും, സ്ട്രോങ്ങറായിട്ടും വൈസായിട്ടും എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്യും, അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ അഫർമേഷൻ. നാലാമത്തെ അഫർമേഷൻ നമുക്ക് നോക്കാം. എന്താണത്, ഐ ആം എ ലൈറ്റ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ഐ വിൽ ക്വൈറ്റ്ലി ഷൈൻ ഈവൻ വെൻ ഐ ഫീൽ അൺസീൻ. ഞാൻ എന്താണ്, ഈ ലോകത്തുള്ളൊരു പ്രകാശം തന്നെയാണ്. നമുക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഞാൻ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ശരിക്കും ഉപകാരമുണ്ടോ. നമ്മുടെ അടുത്ത് വരുന്ന കുറേ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, അയ്യോ എന്നെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, എൻ്റെ പാരൻസിന് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും പറയുന്നത് നീ ഒന്നും അവിടെ എത്തത്തില്ല, നീ പരീക്ഷയിൽ തോറ്റു പോകത്തേ ഉള്ളൂ, നിനക്കൊന്നും ഒരു ഭാവി കാണുന്നില്ല, ഒരു ഫ്യൂച്ചറൊന്നും നിനക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറയും, കണ്ട് പഠിക്കും, നിൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നിൻ്റെ ചേച്ചി ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്, പക്ഷേ നീ ഇത്രയൊന്നും പഠിക്കുന്നില്ലല്ലോ, നിനക്ക് അവൻ്റെ അത്ര കഴിവൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തോന്നുമോ, അയ്യോ ഐ ആം വെർത്ത്ലെസ് ആണല്ലോ, ഞാൻ ഭയങ്കര വെർത്ത്ലെസ് ആണ്, എനിക്കൊരു കഴിവുമില്ല, ഞാൻ ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു
എനിക്ക് ഞാൻ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ആർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പല കൺസേൺസും നമ്മളുടെ അടുത്ത് വരുന്ന പല ലെറ്ററുകളിലായിട്ട് കാണാറുണ്ട്. കുഞ്ഞുങ്ങൾ അയക്കുന്ന ഓരോ ലെറ്ററുകളിലും കാണാറുണ്ട്, ഞാനിവിടെ ഒരു അധികപ്പറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ കഴിവുകൾ ആരും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് മാത്രമാണ്, യു ആർ ദ ലൈറ്റ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾ ഈ ലോകത്തുള്ളൊരു വെളിച്ചം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ ആരെല്ലാം കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ദുനിയാവിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് ചെയ്യും, ഭയങ്കര വിശാലമായിട്ട് പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അതിന് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള എബിലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടെത്തിയാൽ മാത്രം മതി. ചിലപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മുടെ പരീക്ഷയിലെ മാർക്കൊന്നും ആവില്ല നമ്മളെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. പകരം നമ്മളുടെ ഉള്ള പാഷൻ, നമ്മളുടെ ആ എബിലിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നാളെ നമ്മളെ ഭയങ്കരമായിട്ടും മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ 4ാമത്തെ അഫർമേഷൻ. നോക്കാം നമുക്ക് 5ാമത്തെ അഫർമേഷൻ എന്താണെന്നുള്ളത്. ഐ ഓപ്പൺ മൈ ഹാർട്ട് ടു ഫ്രണ്ട്ഷിപ്പ്. ദ റൈറ്റ് പീപ്പിൾ വിൽ കം ആൻഡ് ക്യാൻ സീ മൈ ട്രൂ സെൽഫ്. ഞാൻ എൻ്റെ ഹൃദയം ഭയങ്കര വിശാലമാക്കി തുറന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, വന്ന് കയറാം, അവർക്ക് എന്നെ മനസ്സിലാക്കാം, എൻ്റെ ട്രൂ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകും. നമ്മുടെ കയ്യിൽ ഇവിടെയും വരുന്ന കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, ഞാനായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒരു മാത്രമേ ഉള്ളൂ, ബി ദ റിയൽ. നിങ്ങൾ എങ്ങനെയാണോ, എങ്ങനെ റിയൽ ആയിട്ടിരിക്കുന്നോ അങ്ങനെ തന്നെ ഇരിക്കുക. ആ റിയൽ ആയിരിക്കുന്ന ആൾക്കാരെ, നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങളെ ഹൃദയത്തിൽ വരികയും അവർ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് ഫ്രണ്ട്സിനെക്കാട്ടിലും ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ അതിൻ്റെ ഒരു കാരണം? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ആവശ്യത്തിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ എപ്പോൾ വിളിച്ചാലും ഓടിയെത്താവുന്ന രീതിയിലുള്ള അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഫ്രണ്ട്സ്. എനിക്കും ഉണ്ട് എൻ്റെ നാട്ടിലെന്ത് ഇതുപോലെ ഞാൻ എന്ത് ആവശ്യത്തിന് വേണ്ടി വിളിച്ചാലും വരുന്ന ഒരു കൂട്ടം ഫ്രണ്ട്സ്. ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് ഫ്രണ്ട്സിനെക്കാട്ടിലും ഈ ഒരു ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്സിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാവരും നോക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള 5ാമത്തെ അഫർമേഷൻ. എന്താണ് 6ാമത്തെ അഫർമേഷൻ? I fear visit softly. I will become it and gently let it go. And I choose the courage within. നമുക്ക് എല്ലാവർക്കും പേടി, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇല്ലേ? ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് പേടിയില്ലേ? എന്തിനൊക്കെ പേടിയുണ്ട്? മഴയെ പേടിയുണ്ട്, അതേപോലെ തന്നെ ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട്, ഈ പ്രേതത്തിനെ പേടിയുള്ളവരുണ്ട്, അതേപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വല്ല പാറ്റ, പല്ലി ഇതിനൊക്കെ കാണുമ്പോൾ പേടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സാം വരുമ്പോൾ പേടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അതേപോലെ പെട്ടെന്ന് സ്റ്റേജിൽ കയറിക്കാണ്ട് സംസാരിക്കാൻ നമ്മളോട് പറയാം, ആ സംസാരിക്കാൻ പറയുന്ന സമയത്ത് എന്തായിരിക്കും, നമുക്ക് പേടിയുണ്ടാവും. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും ഇല്ലേ? ഈ പേടിയെല്ലാം നമ്മളെ എന്തിലേക്ക് നയിക്കുന്നുള്ളൂ? ഒരു നല്ല രീതിക്കാണോ നയിക്കുന്നത്? നിങ്ങൾ പറ. നമ്മൾ ഈ പേടിയും പിടിച്ച് മാത്രം നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഓരോ പടി ആയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ റെസിസ്റ്റ് ചെയ്ത് ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യണം, പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വരേ വേണം. അപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കേണ്ട ഈ അഫർമേഷനാണ് എന്ത്? ഫിയർ വിസിറ്റ് സോഫ്റ്റ്ലി. ഫിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭയം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഉള്ളിലോ നമ്മുടെ ജീവിതത്തിലോ എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലൊക്കെ വന്നു വരാം. അതങ്ങനെ വരും, അങ്ങനെ പോകും. നമ്മളെന്താ ചെയ്യേണ്ടത്? അതിനെല്ലാം എന്ത് ചെയ്യേണ്ടത്? പാകപ്പെടുത്തിയെടുക്കാനുള്ള ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഒറ്റയടിക്ക് പറയുന്ന പോലെ രാത്രി എന്ത് ചെയ്യുന്നു, അയ്യോ എനിക്ക് രാത്രി ഇരുട്ടിനെ പേടി, എന്നാൽ പിന്നെ ഇന്ന് ഇരുട്ടിൽ പോയി കിടക്കാം എന്നാവരുത്. ഓരോ ചെറിയ പടികളായിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്ക് പാറ്റയെ ഭയങ്കര പേടിയാണ്. എന്താണ് പാറ്റ എന്ന സാധനം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്. എങ്ങനെ നമുക്ക് ഈ പാറ്റ എന്നുള്ള പേടി നമുക്ക് മറികടക്കാൻ പറ്റുക? സിമ്പിളാണ്. എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുന്നു. ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു പാറ്റേൻ്റെ വീഡിയോ കാണുന്നു, ഒരു പിക്ചർ നോക്കുന്നു. ഓക്കെ, ഇതാണ് പാറ്റ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നു. അതിന് നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ പേടില്ലാത്ത അവസരത്തിൽ നമ്മളൊരു വീഡിയോ കാണുന്നു പാറ്റയുടെ. പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു പാറ്റയെ നമ്മൾ ഭയങ്കര ദൂരത്ത് കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കാണുന്നു. ആരെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും വെച്ചതൊക്കെ ആയിരിക്കാം. അതിനെങ്ങനെ നോക്കുന്നു അല്ലെങ്കിൽ കാണുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിന് തൊട്ടടുത്തേക്ക് ഒരു ചത്ത ഏതെങ്കിലും ഒരു പാറ്റ എന്ത് ചെയ്യുന്നു? നമ്മുടെ അടുത്ത് കാണുന്നു. പിന്നെ ഒരു കുപ്പിയിൽ അടച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ പാറ്റ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുന്നു. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അഡ്വാൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭയത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ ഭയത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയാണ്, സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് ഒരു സ്റ്റേജിൽ ആളൊഴിഞ്ഞ് സ്റ്റേജിൽ കയറി നിന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഫിയറിന്
അഡ്രസ്സ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതായിരുന്നു എന്ത് നമ്മുടെ ഇന്നത്തെ അടുത്ത അഫർമേഷൻ. നോക്കാം നമുക്ക് അടുത്ത അഫർമേഷൻ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ, എന്താണത്? വെൻ ഡിസ്റ്റൻസ് ഗ്രോസ് ഐ വിൽ ഹോൾഡ് മൈ ഓൺ ഹാർട്ട് ജെന്റ്ലി ആൻഡ് ലവ് മൈ സെൽഫ് ഫുള്ളി. നമുക്ക് എല്ലാവർക്കും എന്തുണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? റിലേഷൻഷിപ്പിലാവട്ടെ അല്ലെങ്കിൽ ഫാമിലിയിലാവട്ടെ പലപ്പോഴും നമുക്ക് തോന്നാം നമ്മൾ അവനായിട്ട് ഭയങ്കര അകന്നിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ അവരായിട്ട് അത്ര നല്ല ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ അല്ല, എന്തോ ഒരു പ്രശ്നം നമുക്കിടയിലുണ്ട്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലാവട്ടെ, ഫാമിലിയിലാവട്ടെ, റിലേഷൻഷിപ്പിലാവട്ടെ, ഇവിടെയൊക്കെ നമുക്ക് തോന്നാം ഓക്കെ ഞങ്ങൾക്കിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തോ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഐ ലവ് മൈ സെൽഫ് ഫുള്ളി. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്നെ ഇഷ്ടപ്പെടണം. എന്തോ ഒരു കാരണം കൊണ്ടായിക്കോട്ടെ അവർ നമ്മളോട് പറയണം നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ നീ ഇൻ്റെ സ്വഭാവം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാനത് ചെയ്യാത്തത്, അല്ലെങ്കിൽ നിന്നായിട്ട് ഞാൻ കൂട്ടുകൂടാത്തത് എന്നൊക്കെ നമ്മളോട് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഐ വിൽ ലവ് മൈ സെൽഫ് ഫുള്ളി. ഞാൻ എന്നെ എന്ത് ചെയ്യും, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക തന്നെ ചെയ്യും. എന്നെ സ്നേഹിക്കാതെ എനിക്ക് വേറെ ആളെ സ്നേഹിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ വേറെ ആയിട്ട് അടുക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കും എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേറൊന്നാണ്. അപ്പോൾ ഈ അഫർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണെന്ത്, നമ്മുടെ കരിയറിനെ പറ്റി ആലോചിച്ചിട്ട് അയ്യോ 10ാം ക്ലാസ് കഴിഞ്ഞു, അയ്യോ +2 കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യുവേ, അല്ലെങ്കിൽ 5ാം ക്ലാസ് കഴിഞ്ഞു, ഇനി ഞാൻ ഏത് കോഴ്സ് എടുക്കും, അതെടുക്കാൻ കഴിയുമോ, ഇതെടുക്കാൻ കഴിയുമോ, ഇങ്ങനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവാം ഇല്ലേ? ഓരോ ദിവസം കഴിയുന്ന സമയത്ത് നമുക്കുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നത് നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യും, അത്യാവശ്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൽ കസിൻസ് ആയിരിക്കും. അവർ നല്ല നിലയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും. ആ സമയത്ത് നമ്മുടെ പേരൻസ് പറയും കണ്ടു നോക്ക്, അവൻ അവിടെ എത്തി, ഇവൻ ഇവിടെ എത്തി, അവൻ ഇന്ന കോഴ്സ് എടുക്കുന്നു, ആ കോഴ്സ് എടുക്കുന്നു എന്നൊക്കെ എന്തെന്നുണ്ടാവാം നമ്മൾ കേൾക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ ഒരു പാത മെല്ലെ പതിയെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓപ്പൺ ചെയ്തു വരുള്ളൂ. ഈ ഒരു പാത എന്ന് പറയുന്നത് എന്ത് ചെയ്യുള്ളൂ, പതിയെ മാത്രമേ ഓപ്പൺ ചെയ്തു വരുള്ളൂ. അതിന് ഓരോ ടൈമുണ്ട്. ഈ ടൈം ബേസ്ഡായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കും, അയ്യോ 10 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എന്താവും, എനിക്കത് ചെയ്യാൻ കഴിയുമോ, ഇത് ചെയ്യാൻ കഴിയുമോ എന്നൊന്നും എന്ത് ചെയ്യേണ്ട. നമ്മൾ ആലോചിച്ചിട്ട് ചില സമയത്ത് നമ്മൾ തോറ്റു പോവാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ചെറിയൊരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പ് പ്ലാനൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ എന്ത് ചെയ്യില്ല, അത് പാളിപ്പോകുന്നു. അതോടുകൂടി അയ്യോ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യണം, ഈ പാതയെല്ലാം നമ്മൾ താണ്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, സക്സസ്സിലേക്ക് പോകാൻ. നമ്മൾ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നുണ്ട്, ഓരോരോ ഫെയിലിയറിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഫെയിലിയർ എല്ലാം കഴിഞ്ഞായിരിക്കും നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്ത് വേ വരുന്നത്. അപ്പോൾ ഈ ഒരു ജേണിയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ സക്സസ് നമ്മളിലേക്ക് വന്ന് ചേരും എന്നുള്ളതാണ് എന്ത് അടുത്ത അഫർമേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് പറയാനുള്ളത്, മൈ പാത്ത് വിൽ അൺഫോൾഡ് സ്ലോലി ആൻഡ് ബ്യൂട്ടിഫുള്ളി. നിങ്ങൾ തന്നെ ആലോചിക്കുക, എൻ്റെ വഴി എന്ത് ചെയ്യും, കൃത്യമായിട്ടും വ്യക്തമായിട്ടും എന്ത് ചെയ്യും, തുറന്നു വരും. ഐ ട്രസ്റ്റ് ജേർണി. ഈ ഒരു യാത്രയിൽ ഞാൻ എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, തകർന്നു പോകത്തില്ല. ഞാൻ വളർന്നു വരത്തേ ഉള്ളൂ. ഓരോ പ്രാവശ്യവും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നിങ്ങൾക്കുള്ള മറ്റൊരു അഫർമേഷൻ. ഓക്കെ, ഇനി ചില സമയത്ത് അടുത്ത അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ചില സമയത്ത് ഭയങ്കര ഗ്ലൂമി ആയി പോകാം ഇല്ലേ? എല്ലാവർക്കും എല്ലാ സമയത്തും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും സന്തോഷിപ്പിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആടിപ്പാടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നുമില്ല. ചില സമയങ്ങളിൽ ഭയങ്കര എന്തായി പോകും, നമ്മൾ ഡല്ലായി പോകാറുണ്ട്. ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത്, ചില നമ്മുടെ വീട്ടിലാവട്ടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലാവട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലാവട്ടെ, ഇവിടെ എല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് പോകും, ഭയങ്കരമായിട്ട് ഡെസ്പായി പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇല്ലേ? എനിക്ക് തോന്നുകയാണ് എനിക്കൊരു ഹോപ്പും ഇല്ല, അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ഈ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പരീക്ഷയിൽ നന്നായിട്ട് മാർക്ക് കുറഞ്ഞു പോവുകയാണ്, അതേപോലെ തന്നെ വിചാരിച്ച സ്കൂളുകളൊന്നും അഡ്മിഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ +1 ഞാൻ സയൻസ് ആയിരുന്നു വിചാരിച്ചത്, പക്ഷേ എനിക്ക് കിട്ടിയത് കൊമേഴ്സ് മാത്രമാണ്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവാം. അപ്പോൾ എന്താ നമുക്ക് പറയാനുള്ളത്, ഈ സമയം എന്ത് ചെയ്യും, കടന്നു പോകും. ഈ സമയം എന്ത് ചെയ്യും, കടന്നു പോകും. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, ടൈമിനനുസരിച്ച് എത്തിച്ചേരുന്നു ചെയ്യും. അപ്പോൾ ഈ ക്ലൗഡി ഡേയ്സിലും എന്താണ് പറയാനുള്ളത്, നമ്മുടെ പ്രകാശം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ലൈറ്റ് അത് പരക്കണം എന്നുള്ളതാണ്. നമുക്കൊരു ചുറ്റിലും എന്തുണ്ടായിരിക്കാം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ കടന്നു പോവാം. ആ സമയത്ത് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്, ഓക്കെ ഐ വിൽ ബ്രൈറ്റ് അഗെയിൻ. ഞാൻ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും തിളങ്ങും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും വളർന്നു വരും, ഞാൻ വീണ്ടും സക്സസ് ആവും എന്നുള്ള രീതിക്ക് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഈ അഫർമേഷൻ എന്ത്, ഈവൺ ഓൺ ക്ലൗഡി ഡേയ്സ് മൈ ഇന്നർ ലൈറ്റ് ബേൺസ് ബ്രൈറ്റ്, ഐ ഹോൾഡ് ഹോപ്പ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാൻ പ്രതീക്ഷയെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്.
എന്ത് ചെയ്യാണ്, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, തളർന്നു പോകത്തില്ല. ഈ സമയം കടന്നു പോകും. ഈ സമയം കടന്നു പോയിട്ട് എന്ത് ചെയ്യും, എൻ്റെ നല്ലതായിട്ടുള്ള, എൻ്റെ ഫ്യൂച്ചറിലുള്ള, എൻ്റെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ടൈം വരും. ആ ഒരു പ്രതീക്ഷയും കൊണ്ടേ, ഹൃദയത്തിൽ കൊണ്ടേ എന്ത് ചെയ്യുള്ളൂ, ഞാൻ നടക്കുള്ളൂ എന്നുള്ളതാണ് എന്ത് അടുത്ത അഫർമേഷനിൽ പറയാനുള്ളത്. പോകാം നമുക്ക് അവസാനത്തെ അഫർമേഷനിലേക്ക്. എന്താണത്? ഐ ആം ദ ഗാർഡിയൻ ഓഫ് മൈ മൈൻഡ്, ഐ ചൂസ് ദ തോട്ട്സ് ദാറ്റ് ഹീൽ ആൻഡ് അപ്ലിഫ്റ്റ് മീ. നമുക്ക് എല്ലാവർക്കും പല സമയത്ത് ചില നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരാം അല്ലേ. ഞാനിത് എന്ത് ചെയ്യാൻ പോവാണ്, നിർത്താൻ പോവുകയാണ്, ഞാനത് ഇനി ഒരിക്കലും ഇത് മുന്നോട്ട് പോവില്ല, എന്ത് ചെയ്യുന്നില്ല, ഈ സംഭവങ്ങളൊന്നും എനിക്ക് ശരിയാവത്തില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നിലയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ചില പോയിന്റ്സാണ് എന്തൊക്കെ? ഐ ആം ദ ഗാർഡിയൻ ഓഫ് മൈ മൈൻഡ്. എൻ്റെ മനസ്സിൻ്റെ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, അതാരാ? അത് ഞാൻ മാത്രമാണ്. അതിനെ ഉള്ളിലേക്ക് നെഗറ്റീവ് തോട്ട് വിടണോ അല്ലെങ്കിൽ ഉള്ളിലേക്ക് പോസിറ്റീവ് തോട്ട് വിടണോ എന്നുള്ളത് ആര് മാത്രമേ നിയന്ത്രിക്കാൻ പാടുള്ളൂ? ഞാൻ മാത്രമേ നിയന്ത്രിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഐ ചൂസ് ദ തോട്ട്സ് ദാറ്റ് ഹീൽ ആൻഡ് അപ്ലിഫ്റ്റ് മീ. ഈ സമയത്ത് ഏതാണോ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന തോട്ട്സ് അതിനെ കടത്തിവിടുന്ന ആൾ ആര് മാത്രമാണ്? ഞാൻ മാത്രമാണ്. ഇല്ലേ, ഞാൻ ആലോചിക്കാത്തൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓടി വരും. അയ്യോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയങ്കര മോശമാണ്, എനിക്ക് ഈ ജീവിതം വേണ്ട, ഞാൻ ജീവിതം നശിപ്പിക്കുക. ഈ ഒരു ചിന്ത എങ്ങനെയാണ് വന്നത്? നമ്മൾ തന്നെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടാണ് അല്ലേ. അങ്ങനെ കയറ്റി വിടരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഗാർഡിയനായിട്ടുള്ള ആൾ ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് തോട്ട്സിനെ പരമാവധി ഉള്ളിലേക്ക് കയറ്റാതെ മാക്സിമം നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് ഹീലിംഗ് തരുന്ന ആ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തയക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യാനുള്ളത്, എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെ ഇന്ന് മൊത്തം നമ്മൾ ഏകദേശം 10ഓളം അഫർമേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലാവട്ടെ, നമ്മൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാവട്ടെ, എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളായതൊക്കെ. ഈ ബുദ്ധിമുട്ടുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ അഫർമേഷൻസ് കൃത്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയും. ഒരു വീട്ടിലിരിക്കുന്ന സമയത്താവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ണാടിന് മുമ്പിൽ പോയി നിന്നിട്ടാവട്ടെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഓക്കെ ഐ ആം ദിസ്. എനിക്ക് എന്നെ കൃത്യമായിട്ട് അറിയാം, ഞാൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം, എനിക്ക് എത്രത്തോളം വളർന്നു വരാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയാം. മറ്റവർ പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ മാർക്കോ മാത്രമല്ല എൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. പകരം ഞാൻ എന്ത് ചൂസ് ചെയ്യുന്നു അതായിരിക്കും എന്നെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏകദേശം 10ഓളം അഫർമേഷൻസ് ആണ്. എല്ലാവരും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനഫിഷ്യൽ ആവുമെന്ന് തോന്നുന്ന ഏത് അഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്വീകരിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ള നല്ലൊരു ആക്ടിവിറ്റി ആയിട്ട് വരും. ഓക്കെ, അണ്ടിൽ ദാറ്റ് ടൈം ബൈ യു ആൻഡ് സി യു ആൻഡ് സൈനിങ് ഓഫ്.